കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ ആക്രമിച്ചു. കഴിഞ്ഞ ജനുവരി 5, 6 തീയതികളിലാണ് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനും സ്വകാര്യ ട്യൂഷൻ സെന്ററിനും സമീപം സംഘർഷമുണ്ടായത്. മാതാപിതാക്കളുടെ അറിവുണ്ടായിരുന്നു ഈ മർദ്ദനത്തിലെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്ന് മാതാപിതാക്കളും അധികൃതരും ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു. മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ 3 പേർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂളിലുണ്ടായ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ സമീപത്തെ വയലിൽ വെച്ചും റോഡിൽ വെച്ചുമാണ് ഇവർ മറ്റൊരു സംഘവുമായി ഏറ്റുമുട്ടിയത്. 2 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ജനുവരി 5-നുണ്ടായ അടിക്ക് തിരിച്ചടി ജനുവരി 6-ന് നൽകി. മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ 3 പ്രതികളാണ് തിരിച്ചടിച്ചത്. ഇതിന് മാതാപിതാക്കളും പിന്തുണ നൽകി. മാതാപിതാക്കൾ നോക്കി നിൽക്കെയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ച് ആക്രമിച്ചത്. ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ 3 പേർക്കന്ന് പരിക്കേറ്റു. 2 പരാതികൾ പോലീസിന് ലഭിച്ചുവെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാനായില്ല. അന്ന് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു. പ്രതികളായ കുട്ടികൾ നേരത്തെ ഒരു സ്കൂളിലെ പരിപാടിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ കുട്ടികളെ രക്ഷിതാക്കൾ ഉപയോഗിച്ചിട്ട് അന്ന് അടി നടത്തിയിട്ടുണ്ട്. ആ അടി നടത്തിയ അന്ന് ഇതിനെപ്പറ്റിയൊരു തീരുമാനങ്ങൾ ഇതിനൊരു നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ അനാസ്ഥത കൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായി മാറി. ഇവിടെ എൻ്റെ കുട്ടീൻ്റെ കാര്യം അതിലേക്ക് വന്ന് എൻ്റെ കുട്ടീൻ്റെ ജീവൻ തന്നെ പോയി. തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പ് കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമായി മാറുകയാണ്. പ്രായത്തിന്റെ ഇളവ് നിയമവ്യവസ്ഥ നൽകുമ്പോഴും തിരുത്താനും ശകാരിക്കാനും ഓരോ മാതാപിതാക്കൾക്കും അവകാശമുണ്ടെന്ന് ആരും മറക്കരുത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.